കാശിനാഥൻ ഭാഗം 28. രചന അവതരണം ദിവ്യരാജ്. തകർച്ചയിൽ നിന്ന് വീണ്ടുമൊരു തകർച്ചയിലേക്കെന്ന പോലെ വീണുപോയടോ എൻ്റെ മനസ്സ്. പെറ്റമ്മയ്ക്ക് പോലും വേണ്ടാത്ത ജന്മം. ഞാൻ എന്ത് തെറ്റാടോ ചെയ്തത്? ആരുമില്ലാണ്ടാവാൻ വിതുമ്പലോടെ പറഞ്ഞതും വൈഷ്ണവി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനുണ്ടല്ലോ കണ്ണേട്ടാ, അമ്മ തരാത്ത സ്നേഹം തന്ന് ഞാൻ കൂടെ കാണും. അവൻ്റെ നെറുകിൽ അവളുടെ അധരങ്ങൾ പതിഞ്ഞു. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാട്ടോ. എൻ്റെ കണ്ണേട്ടനെ സ്നേഹിക്കാൻ ചുറ്റിലും ആളുകളുള്ളപ്പോൾ എന്തിനാ വെറുതെ നോവുന്ന ചിന്തകൾ മനസ്സിലിട്ട് വേദനപ്പെടുന്നത്? നാളെ പഠിപ്പ് പൂർത്തിയാക്കി വലിയ ഡോക്ടറാവേണ്ട ആളാ ഇന്നിങ്ങനെ കരഞ്ഞു കൂവുന്നത്. അയ്യേ മോശം. അവൻ്റെ കവളിൽ കൈചേർത്ത് വെച്ച് കളിയാക്കിയതും മെല്ലെ ചിരിക്കാൻ ശ്രമിച്ചവൻ. പിറ്റേന്ന് പതിവ് പോലെ അതിരാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് അടുക്കളയിൽ ഓരോന്നും ചെയ്യുകയായിരുന്നു വൈഷ്ണവി. അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരാഴ്ചയോളം ആയിരിക്കുക. ഇത്രയും നാൾ ലീവായിരുന്നു. ഇന്നു മുതൽ വീണ്ടും സ്കൂളിലേക്ക്. ആകെയൊരു ശോകം. കുറേ നാൾ വീട്ടിൽ നിന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്ന കുട്ടിയെപ്പോലെ ചിണുങ്ങി അവളുടെ മനസ്സ്. ഞാനൂടി സഹായിക്കാം. വയറിൽ കാശിനാഥൻ്റെ തണുത്ത കരങ്ങൾ അമർന്നതും മെല്ലെയൊന്ന് തിരിഞ്ഞു നോക്കിയവൾ. അതിന് എൻ്റെ ഡോക്ടർ സാറിന് എന്തെങ്കിലും ചെയ്യാനറിയോ? എളിക്ക് കൈയും കൊടുത്ത് കുറുമ്പോടെ അവനെ നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ചുമല് കുനിച്ച് കാട്ടി. അറ്റ്ലീസ്റ്റ് തേങ്ങ ചിരണ്ടാനെങ്കിലും. കളിയാക്കിയതും തേങ്ങ ചിരണ്ടാനൊക്കെ അറിയാം. എന്നാ പിന്നെ അതിന്ന് തുടങ്ങാം. ചെറുചിരിയോടെ അവനെ നോക്കി. ചിരവ എടുത്തു കൊടുത്തതും മെല്ലെ നിലത്തേക്കിരുന്ന് തേങ്ങ ചിരണ്ട് തുടങ്ങിയിരുന്നവൻ. അതെ കണ്ണേട്ടാ, കോടതിയിൽ നിന്നുള്ള സാങ്ഷനുമായി യൂണിവേഴ്സിറ്റിയിൽ പോവണ്ടേ? ദോശമാവ് കല്ലിലേക്ക് ഒഴിച്ചുകൊണ്ട് ചോദിച്ചതും പോണം, ബാംഗ്ലൂരിൽ. എങ്ങനാ പോണേ? തീരുമാനിച്ചില്ല. താനും ഉണ്ടാവില്ലേ? പ്രതീക്ഷയോടെ അവളെ നോക്കി. നല്ല കഥയായി. ഇത്ര നാളത്തെ ലീവ് എടുത്തതിന് ശേഷം ഇന്നാ തിരിച്ചു കയറണത്. പോയി ലീവ് ചോദിച്ചാലും മതി. രാമേന്ദ്രൻ സാറ് ചൂരലെടുക്കൂട്ടോ. ചിരിയോടെ പറഞ്ഞതും താനില്ലാണ്ട് എങ്ങനാടോ? ബോറാവും. മുഖം മങ്ങി അവൻ്റെ. മറ്റു 3 കൂടി വരും. ഒരു കുഞ്ഞു ട്രിപ്പൊക്കെ സംഘടിപ്പിച്ചു വച്ചിരിക്കുക. കണ്ണേട്ടൻ പഠിക്കാൻ പോണതിന് മുന്നേ അടിച്ചു പൊളിക്കണമെന്നും പറഞ്ഞ് ചിരിയോടെ പറയുമ്പോൾ അവൻ്റെ മുഖവും തെളിഞ്ഞു. പോകുമ്പോൾ കണ്ണേട്ടൻ്റെ അച്ഛയും ഉണ്ടാവുന്ന പറഞ്ഞ് ആരെയൊക്കെയോ കണ്ട് പറഞ്ഞോക്കിയാ വീണ്ടും അഡ്മിഷൻ റെഡിയാക്കി. അത് പറഞ്ഞിട്ടും വലിയ സന്തോഷമൊന്നും വന്നില്ല അവൻ്റെ മുഖത്ത്. അച്ഛനോട് പിണക്കല്ലേ ഇപ്പോഴും? തിരിഞ്ഞ് അവനെ നോക്കുമ്പോൾ മുഖം കുനിച്ചു കളഞ്ഞവൻ. കുറേ കാലമായില്ലേ ഒക്കെ മറക്കണം. ഇപ്പോൾ പഴയതൊക്കെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ട് ആ മനുഷ്യൻ. മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആൾക്കറിയാം ഇപ്പോൾ. പക്ഷേ സാവിത്രിയും സഞ്ജയും ചെയ്തതൊന്നും ആൾക്കറിയില്ല ഇപ്പോഴും. മനഃപൂർവ്വം പറയാത്തത് തന്നെ. വരട്ടെ, നല്ലൊരവസരം വരും. ഒക്കെ പറയിപ്പിക്കണം ആ സ്ത്രീയെ കൊണ്ട്. അമർഷം അടക്കി പിടിച്ചു പറഞ്ഞവൾ. ഒന്നും മിണ്ടാതിരുന്ന് ജോലി ചെയ്യുന്നവൻ അരിശം മുഴുവൻ ആ തേങ്ങാമുറിയോട് കാട്ടുനിന്ന് വേഗത്തിലുള്ള കരകര ശബ്ദത്തിൽ നിന്ന് മനസ്സിലായവൾക്ക്. കയ്യിലും നെറ്റിയിലെയും ഞരമ്പൊക്കെ പിടച്ചു നിൽക്കുക. പെട്ടെന്ന് പെണ്ണിന് ചിരിയും പൊട്ടി. എൻ്റെ ദേവി, ആ ചിരവേന്ന് തകർക്കോ എൻ്റെ കാശിനാഥ? പെണ്ണിൻ്റെ ചോദ്യം കേട്ടതേ മെല്ലെയൊന്ന് അയഞ്ഞവൻ. ഞാൻ പോവാണ് വൈശു, യോഗ ചെയ്യണം. തൽക്കാലം അവിടെ നിന്ന് മാറാനായി പറഞ്ഞതും അടുത്തേക്ക് ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ചവൾ. ദാ കാശിനാഥ, ഇത്രയ്ക്ക് ദേഷ്യമോ? അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മുഖം തിരിച്ചു നിന്നേയുള്ളവൻ. എനിക്കിഷ്ടമല്ല അയാളെയും ആ സ്ത്രീയെയും പറ്റി പറയണത്. ഇരു കൈയും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി തൂങ്ങി നിന്നവൾ. വലിയ ചൂടിലാണല്ലോ, ഒന്ന് തണുപ്പിക്കട്ടെ ഞാൻ? ചുണ്ട് കടിച്ചു പിടിച്ചുള്ള പെണ്ണിൻ്റെ ചോദ്യവും ആ നിൽപ്പും കണ്ടതും ചിരി പൊട്ടിയവനും. അരയിൽ പിടിച്ച് ഉയർത്തിയെടുത്ത് ടേബിളിന് മുകളിൽ ഇരുത്തിയവൻ. ഇനി ചൂട് മാറ്റിക്കോ? കുസൃതിയും വശ്യതയും നിറഞ്ഞ ഭാവത്തോടെ പറഞ്ഞു. അയ്യടാ, അങ്ങനിപ്പോൾ രാവിലെ തന്നെ വേണ്ട. നിക്കേ, വേറെ പണിയുണ്ട്. മെല്ലെ അവനിൽ നിന്നും കൈ അയച്ച് നിലത്തേക്കിറങ്ങാൻ തുടങ്ങിയതും കാശികളുടെ അരയിൽ പിടിമുറുക്കിയിരുന്നു. പെണ്ണൊന്ന് മിഴിച്ചു നോക്കിയതും അവളുടെ അധരം ലക്ഷ്യം വെച്ച് മുഖം താഴ്ത്തി വന്നവൻ. ദേ അച്ഛനുണ്ട്, ഉണർന്നു വരൂട്ടോ കണ്ണേട്ടാ, ഇത്തിരി പരവേശത്തോടെ പറഞ്ഞവൾ. മര്യാദയ്ക്കിരുന്ന് എന്നെ ഇളക്കി വിട്ടതല്ലേ? എന്നിട്ട് നേർത്ത ശബ്ദത്തിൽ പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുന്നേ അവളുടെ അധരങ്ങൾ ബന്ധിച്ചിരുന്നവൻ. പ്രണയത്തിൻ്റെ തീക്ഷ്ണത നിറഞ്ഞ ചുംബനം. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകിക്കൊണ്ടിരുന്നു. അവളുടെ വിരലുകൾ അവൻ്റെ പുറത്തും അമർന്നു. പരസ്പരം വിട്ടുകൊടുക്കാതെ പ്രണയം കൈമാറുന്ന നിമിഷങ്ങൾ. പുറത്ത് സൈക്കിളിൻ്റെ ബെല്ലടിക്കുന്നത് കേട്ടതും വൈശു വേഗം അകന്നു മാറി. അയ്യോ, പാല് വന്നു. കണ്ണേട്ട ചാടിപ്പിടിച്ചുകൊണ്ട് കഴുകി വെച്ചിരുന്ന പാൽപാത്രം തപ്പിയെടുത്തവൾ. അന്നേരവും അവളുടെ കിതപ്പ അറിയില്ല. അതിങ്ങ് താ വൈശു, പാല് ഞാൻ മേടിച്ചോളാം. അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിയവൻ. എൻ്റെ പൊന്നെ, സ്റ്റാമിന പോരാ. നാളെ തൊട്ട് എൻ്റെ ഒപ്പം ജിമ്മിൽ വന്നേക്ക്. കണ്ണിറുക്കിക്കൊണ്ട് കളിയാക്കിയവൻ. അവനെ നോക്കി കണ്ണുരുട്ടി കാട്ടി വൈശു കുറുമ്പോൾ. പതിവ് പോലെ ഷോപ്പിലേക്ക് പോകും വഴി കണ്ണൻ
തന്നെയായിരുന്നു വൈശുവിനെ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കിയതും. ആ വൈശുവേ, നീ അറിഞ്ഞോ, നമ്മുടെ വിക്ടർ സാറിന് ട്രാൻസ്ഫർ ആളുടെ നാട്ടിലേക്കെന്നാ കേട്ടത്. കയറി ചെല്ലുമ്പോഴേ ലത ടീച്ചർ പറയണത് കേട്ടിട്ടും മെല്ലെയൊന്ന് ചിരിച്ചതല്ലാതെ പെട്ടെന്നൊന്നും തോന്നിയില്ല അവൾക്ക്. കാരണം അന്നത്തേതിൽ പിന്നെ ആൾ തന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആളുടെ കാര്യവും മറന്ന പോലാണ്. മനഃപൂർവ്വം താനായിട്ട് ഹയർ സെക്കൻഡറി സ്റ്റാഫ് റൂമിലേക്ക് നോക്കാറ് കൂടിയില്ല. എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ആളോട് സംസാരിച്ച് വീണ്ടും പഴയ പോലെ ഒരു അടുപ്പം കാണിക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നു. വൈഷ്ണവി ഊണ് കഴിച്ചു കഴിഞ്ഞ് പാത്രം കൊണ്ടുചെന്ന് പൈപ്പിൻ ചോട്ടിൽ കഴുകുമ്പോഴാണ് വിക്ടറിന്റെ വിളി കേട്ടത്. ആദ്യം ഒരു ഞെട്ടലായിരുന്നു. മെല്ലെ തിരിഞ്ഞ് ആൾക്കൊരു വിളറിയ ചിരി കൊടുക്കുമ്പോൾ വല്ലാതെ വിറച്ചു മനസ്സ്. എന്താ സാർ? ഈ ഒരവസരത്തിൽ ആൾ എന്നെ തേടി വരുന്നത് എന്തിനാവും എന്നോർത്തതേ വല്ലാത്തൊരു വിറയൽ പോലെ. എങ്കിലും ആ പരിഭ്രമം പുറത്തു കാട്ടാതെ അവനടുത്തേക്ക് ചെന്നവൾ. ഞാൻ പോവാണ്, ഇന്നൂടിയേ ഉള്ളൂ. അറിഞ്ഞിരുന്നു. സ്റ്റാഫ് റൂമിൽ എല്ലാവരും പറയണത് കേട്ടിരുന്നു. എവിടാ? എന്തോ ചോദിക്കാൻ ഒരുങ്ങിയതും. വൈഷ്ണവി എനിക്കിപ്പോഴും തന്നെ ഇഷ്ടമാണ്. തന്നെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ലടോ. പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്ന് അത് കേട്ടതും ഉമിനീറിറക്കിക്കൊണ്ട് അവനെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഞാൻ പിറന്നപ്പോഴേ അമ്മ മരിച്ചതാ. പിന്നെ എന്നെ വളർത്തിയതൊക്കെ രണ്ടാനമ്മയാണ്. അവര് എന്നെയും എൻ്റെ 2 ചേട്ടന്മാരെയും സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് വളർത്തിയത്. പക്ഷേ അവരെപ്പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ജീവിതത്തിൽ ഞാൻ ആദ്യമായും അവസാനമായും സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. എന്തെങ്കിലും ഒന്ന് മോഹിച്ചാൽ ഏത് വിധേനയും ഞാനത് നേടിയെടുക്കുന്നതാ. ഇക്കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാവില്ല. നിന്നെയും കൊണ്ടേ പോവൂ. എനിക്ക് വേണം നിന്നെ. ഇപ്പോൾ ഞാൻ പോകുന്നു. ഒരുപക്ഷേ ഒരു ദിവസം തിരിച്ചു വരും. അന്ന് എൻ്റെ ഒപ്പം നീ വരണം. അല്ല, നീ വരും. വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നകന്നവനെ ഇമചിമ്മാതെ നോക്കി നിന്ന് പോയി വൈശു. നാവ് പോലും ചലിപ്പിക്കാനായില്ല അവൾക്ക്. കരച്ചിലും സങ്കടവും ഒക്കെ വന്നു. കാശിനാഥന്റെ മുഖമോർത്തതും ആൾക്കരികിലേക്ക് ഓടിപ്പാഞ്ഞു പോവാൻ തോന്നി. ആ നെഞ്ചിൽ ചൂടിൽ ഒന്ന് ചേരാനും തോന്നി. കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്നവൾ. മുന്നോട്ട് നടക്കാൻ പോലും കഴിയാതെ കാലറച്ചു നിന്നുപോയി. വേച്ച് വേച്ച് നടന്ന് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ബാഗുമായി എതിരെ വരുന്നുണ്ട്. കയ്യും കാലും വിറച്ചവളുടെ കുറച്ചു മുന്നേ വരെ ശാന്തമായിരുന്ന മനസ്സ് ആകെ അസ്വസ്ഥമായ പോലെ അവളെ വീർപ്പ് മുട്ടിച്ചു. അയാൾ അടുത്തേക്ക് വന്നതും വിറച്ചു പോയവൾ ഒന്നും മിണ്ടാതെ അവളെ കണ്ടഭാവം നടിക്കാതെ മുന്നോട്ട് പോയയാൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് ലീവ് പറഞ്ഞ് തിരികെ വീട്ടിലേക്കിറങ്ങി. മുന്നോട്ട് നടക്കുന്തോറും നെഞ്ചിലൊരു പിടപ്പ്. വീട്ടിലെത്തിയാൽ മതിയെന്നായി. കണ്ണേട്ടനോട് നടന്നതൊക്കെ പറയണമെന്നേയുള്ളൂ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കയ്യിലൊരു ഫോമും പിടിച്ച് ചന്ദ്രൻ ഇരിപ്പുണ്ട്. അയാളെ കണ്ടതും അമ്പരപ്പോടൊന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നവൾ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സ് മരവിച്ച പോലെയായിരുന്നു. വൈശുവേ, കണ്ണൻ്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കോടതിയിൽ നിന്ന് വാങ്ങിയ സാങ്ഷനുമായി ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിക്കണമെന്ന്. നാളെ തന്നെ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടു ചെല്ലണം എന്നാ പറഞ്ഞതെന്ന്. അവനോട് വേഗം വരാൻ പറയും മോളെ. നീയോ കൂട്ടുകാരോ ആരേലും കൂടെ ചെന്നാൽ മതിയല്ലോ. കയ്യിൽ ചന്ദ്രുവിനുള്ള മോരുവെള്ളവുമായി അവിടേക്ക് വന്നിരുന്നു ഭരതനും. ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടർന്നേയുള്ള വൈശു. ദേവി, ഒക്കെ കണ്ണേട്ടനോട് പറയാനിരുന്നതാ. ഇനിയിപ്പോൾ അത് വേണ്ട. ഞാൻ ഇക്കാര്യം പറയാണെങ്കിൽ ആള് ആകെ വിഷമിക്കും. വേണമെങ്കിൽ ഈ യാത്ര പോലും മാറ്റിവെക്കും. അതുമല്ല, ഒരു വലിയ വീഴ്ചയിൽ നിന്ന് മെല്ലെ കരകയറി വരുന്നേയുള്ളൂ. അതിൻ്റെ കൂടി ഇക്കാര്യം കൂടി പറഞ്ഞാലോ? എന്നാലും അച്ചയോടെങ്കിലും പറയണം എനിക്ക്. അച്ചയോട് പറഞ്ഞാൽ ആശ്വാസമാകും ഓർത്തവൾ. ആ മോളെ, നീ എന്താലോചിച്ച് നിൽക്കാ കുട്ടി? കണ്ണനെ വേഗം വിളിക്ക്. ചന്ദ്രന്റെ ഒച്ച കേട്ടതും പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു കയറിയവൾ. ശരി അച്ഛാ പറയുന്നതിനൊപ്പം ഫോണും എടുത്ത് അകത്തേക്ക് കയറിപ്പോയവൾ. കണ്ണേട്ടാ, 2-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇച്ചായനോടി വരൂട്ടോ. എന്തായാലും തിരികെ വരണതിന് മുന്നേ അവിടെ ഒക്കെ ചുറ്റി അടിച്ച് കണ്ടേക്ക്. ഞായറാഴ്ചയാ നന്ദേട്ടൻ ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോണത്. വല്ല വിധനെ സമ്മതിച്ചതാ. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആണുങ്ങൾ മാത്രമേ പോകാറുള്ളൂ. പക്ഷേ ഞാനും വല്യമ്മയും കൂടി പോയേ പറ്റുള്ളൂന്ന വാശിയില്ല ആള്. ഞാനോടി പൊയ്ക്കോട്ടെ? ട്രോളി ബാഗടച്ച് വെച്ച ശേഷം തിരിഞ്ഞു നിന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവനെ നോക്കിയവൾ. മെല്ലെ മൂളിയുള്ളവൻ. കണ്ണേട്ടാ, എന്താ പറ്റിയേ? ബാംഗ്ലൂരിലേക്ക് പോവാണെന്ന് പറഞ്ഞത് മുതൽ ആകെ സൈലന്റ് മോഡില കണ്ണേട്ടൻ. പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നവൾ തോളിൽ കൈവച്ചതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കാശിനാഥൻ. മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമായിരുന്നവനിൽ. എന്താ കണ്ണേട്ടാ? അവൻ്റെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് ചോദിച്ചതും അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞവൻ. വൈശു, എനിക്കറിയില്ലടാ. വീണ്ടും ആ നാട്ടിലേക്ക് പോവുക എനിക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിടമ്മ. അത് വീണ്ടും അവിടേക്ക് തന്നെ പോവാണെന്നോർക്കുമ്പോൾ
വല്ലാത്തൊരു പരവേശമാ അവളുടെ തോളിൽ മുഖമമർത്തിക്കൊണ്ട് പറഞ്ഞവൻ. എവിടെയാണോ നഷ്ടപ്പെടുത്തത് അവിടെ നിന്ന് നിന്നെ നേടിയെടുക്കണം കണ്ണേട്ടാ. കണ്ണേട്ടൻ്റെ ഭാവി സ്വപ്നങ്ങൾ, പഠനം ഒക്കെ നഷ്ടപ്പെട്ട അവിടെ നിന്ന് തന്നെ നേടിയെടുക്കണം. അന്നത്തെ പോലെ ഒറ്റയ്ക്കല്ലല്ലോ കണ്ണേട്ടനെന്ന്. എന്തിനും കൂടെ നിൽക്കുന്ന 3 കൂട്ടുകാരും എപ്പോഴും താങ്ങാവാനും കണ്ണേട്ടനെ കേൾക്കാനും ഈ ഞാനും ഉണ്ടാവും. പിന്നെ അച്ഛയുടെയും ടീച്ചറമ്മയുടെയും വല്യമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയും ഉണ്ടാവും. ഒന്നും ഓർത്തുവിട്ട് ടെൻഷനാവരുത്. അവനെ മെല്ലെ അടർത്തി മാറ്റിയവൾ. ഇനി ഒന്നിനു വേണ്ടിയും ഈ കണ്ണ് നനയ്ക്കരുത്. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തവൾ. ഞാൻ ഇറങ്ങാ വൈശു. റൂമിൻ്റെ ഒരു കോണിൽ നിന്ന് അവൻ കാണാതെ കണ്ണുകൾ തുടച്ചവളെ പിന്നിൽ നിന്ന് പുണർന്നു കാശി. പെട്ടെന്ന് തിരിഞ്ഞവനെ മുറുകെ പുണർന്ന് ഇരു കവളിലും നെറുകിലും ചുംബിച്ചവൾ. പോയി വാ കണ്ണേട്ടാ, ഇടയ്ക്ക് വിളിക്കണേ. അതുപോലെ ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിച്ചേക്കണം. തലയാട്ടിയവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബിച്ചവൻ. വൈശു, ഇതിപ്പോൾ ആദ്യമായിട്ടാ നീ കൂടെ ഇല്ലാതെ എൻ്റെ ദിവസങ്ങൾ. ഒത്തിരി മിസ് ചെയ്യും. ഇരു കവളിലും കൈ ചേർത്ത് വെച്ചവൻ. സാരല്ല, വലിയ സന്തോഷം നേടിയെടുക്കാനുള്ള കുഞ്ഞൊരു നോവായിട്ട് കണ്ടാൽ മതി ഇതിനെ. പിന്നെ പോണതൊക്കെ കൊള്ളാം. അവിടെ ഏതെങ്കിലും സുന്ദരിയായ ലേഡി ഡോക്ടറെ കണ്ട് അതിൻ്റെ പിന്നാലെ എങ്ങാനും പോയാൽ കൊല്ലും ഞാൻ. കുറുമ്പോടെ പറഞ്ഞതും അബദ്ധങ്ങളൊക്കെ ഒരിക്കലേ പറ്റുള്ളൂ വൈശുവേ. കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. കണ്ണേട്ടൻ ആള് കൊള്ളാമല്ലോ. എളിക്ക് കൈയും കൊടുത്ത് അവനെ നോക്കി കണ്ണുരുട്ടിയതും കണ്ണിറുക്കി കാട്ടിയിട്ട് മുന്നോട്ട് നടന്നവൻ. പിന്നാലെ വൈശുവും. താഴെ ചെല്ലുമ്പോൾ ചന്ദ്രൻ കാറുമായി വന്ന് നിൽപ്പുണ്ടായിരുന്നു. സെന്തിലിനെ കണ്ടില്ലല്ലോ കണ്ണ. ഭരതൻ കണ്ണട ഊരി വെച്ച് ദൂരെ കാണുന്ന മൺപാതയിലേക്ക് നോക്കി. ജിമ്മിൻ്റെ മുന്നിൽ നിൽക്കാന്നാ പറഞ്ഞത്. പോകുന്ന വഴി പിക്ക് ചെയ്യാം പറഞ്ഞുകൊണ്ട് കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറുന്നവനെ നോവോടി നോക്കി ചന്ദ്രൻ. കണ്ണേട്ടാ, മുന്നിലെ സീറ്റിലിരുന്നൂടെ? ചന്ദ്രൻ്റെ മനസ്സ് കണ്ട പോലെ അവൾ ചോദിച്ചതും. എനിക്കിവിടെ കംഫർട്ടബിൾ ആവില്ല വൈശു, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഗൗരവം മാറാതെ പറഞ്ഞവൻ. പിന്നെ ഒന്നും മിണ്ടിയില്ല വൈശു. രണ്ടുപേരും പോകുന്നതുവരെ അവിടെ തന്നെ നിന്നു. രാത്രി അത്താഴം കഴിക്കാൻ നേരം കഞ്ഞി കോരി കുടിക്കാതെ വെറുതെ സ്പൂണ് കൊണ്ട് ഇളക്കി ആലോചനയോടെ ഇരിക്കുന്നവളുടെ തോളിൽ കൈവച്ചു ഭരതൻ. പെട്ടെന്ന് ഞെട്ടലോടെ തിരിഞ്ഞു അയാളെ നോക്കി വൈശു. അച്ഛേ, എന്തേലും വേണോ? മെല്ലെ ചോദിച്ചതും. എനിക്കൊന്നും വേണ്ട കുട്ടിയെ. കണ്ണൻ വിളിച്ചില്ലേ നിന്നെ? വിളിച്ചു. മധുര കഴിഞ്ഞു എന്നോ മറ്റോ പറഞ്ഞു. കണ്ണൻ പോയത് കൊണ്ടാണോ ഭക്ഷണം പോലും കഴിക്കാണ്ട് ഈ ഇരിപ്പിരിക്കണത്? മെല്ലെ ചോദിച്ചതും മുഖം താഴ്ത്തിയവൾ. എന്താടാ? എന്തായാലും പറയേ. അവളുടെ നെറുകിൽ തലോടി അയാൾ. അച്ഛേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണേട്ടനോട് കൂടി പറയേണ്ടതായിരുന്നു, പക്ഷേ തോന്നിയില്ല. നീ എന്തൊക്കെയാണ് പറയും മോളെ. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അയാൾ തിടുക്കം കൂട്ടി. അത് പിന്നെ ഞാനന്നൊരു വിക്ടറൻ സാറിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? സ്കൂളിലെ മാഷ്, നിന്നെ പ്രപ്പോസ് ചെയ്തയാൾ. അയാളെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെന്താ? അയാൾ വീണ്ടും അതേ ആവശ്യവുമായി വന്നേക്കുക. ഇത്തവണ അഭ്യർത്ഥനയായിരുന്നില്ല, ആജ്ഞയായിരുന്നു. അയാൾ വിളിക്കുമ്പോൾ കൂടെ ചെല്ലണമെന്ന് തെല്ലൊരു മടിയോടെ പറഞ്ഞതും. നിന്റെ വിവാഹം കഴിഞ്ഞതൊക്കെ അയാൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു. അതിൽ പിന്നെ ഇത്രയും നാൾ ആളുടെ ശല്യം ഇല്ലാണ്ടായപ്പോൾ ഞാൻ കരുതി ഒക്കെ മറന്നു കാണും, വിട്ട് കളഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴറിയണത് അയാൾക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന്. പോകണതിന് മുമ്പേ അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ മറക്കാൻ പറ്റില്ല അത്രേ. മോഹിച്ചതൊക്കെ നേടിയെടുത്തിട്ടേയുള്ളൂ. എന്നിട്ട് ഇതുമാത്രം നഷ്ടപ്പെടുത്താനാവില്ലെന്ന്. അയാൾ ഇനിയും വരും, അന്നേരം കൂടെ പോകണമെന്നൊക്കെ. എനിക്കെന്തോ ആളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ പേടി തോന്നി. പ്രതീക്ഷിക്കാതെ ഇങ്ങനൊക്കെ കേട്ടപ്പോൾ ദേഹം വിറച്ചുപോയി. ആകെ നാവിറങ്ങിയ പോലായിരുന്നു. അതുമല്ല, മറുപടി പറയാൻ നാവെടുത്തതും അയാൾ പൊയ്ക്കഴിഞ്ഞു. എനിക്ക് പേടിയാവും അച്ഛേ. കണ്ണേട്ടനോട് പറയണമെന്ന് കരുതിയതാ, പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണത്. ഇനി ഇതും പറഞ്ഞ് ബാംഗ്ലൂരിലെ പോക്ക് മുടക്കിയാലോ എന്ന് ഭയന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഒന്ന് നിശ്വസിച്ചയാൾ. കണ്ണനോട് പറയാതിരുന്നത് തന്നാ നല്ലത്. നിന്നെ ഇവിടെ വിട്ടു പോകുമ്പോൾ മനസമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇതേപ്പറ്റി നന്ദനോട് പറയാം. അവൻ ട്രാൻസ്ഫറായി പോയതല്ലേ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ലായിരിക്കും. എന്നാ നിസ്സാരായിട്ട് കാണരുത് ഒന്നിനെയും. എപ്പോഴും കരുതിയിരിക്കണം. അയാളുടെ ഫോൺ നമ്പറോ മറ്റോ ഉണ്ടോ മോളുടെ കയ്യിൽ? ഭരതൻ അയാളെ നോക്കി. ഉണ്ട്. സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിലെ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ 3-4 പേർക്കായിരുന്നു അതിൻ്റെ ചുമതല. അന്ന് വാങ്ങിയതാ, ഡിലീറ്റ് ചെയ്തില്ല. ഫോൺ കയ്യിലെടുത്ത് പറഞ്ഞവൾ. ആദ്യം നന്ദനെ കൊണ്ട് ഫോണിലൂടെ പറയിപ്പിക്കാം, എന്നിട്ടും അടങ്ങിയില്ല അച്ഛാ. അപ്പോൾ നോക്കാം. മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവളെ ആശ്വസിപ്പിച്ചയാൾ. എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞപ്പോൾ വലിയ ആശ്വാസം തോന്നി വൈശുവിനും. ഡാ കണ്ണാ, എണീക്കടാ, ദേ സ്ഥലം എത്തി. പിൻസീറ്റിൽ ചാരിയിരുന്നുറങ്ങുന്നവനെ തട്ടി വിളിച്ചു സെന്തിൽ. മെല്ലെ ഞെട്ടിയുണർന്ന് പുറത്തേക്ക് നോക്കിയവൻ. ഒരു വലിയ കാർ പാർക്കിംഗ് ഏരിയയിലാണ് കാർ കൊണ്ട് നിർത്തിയതെന്ന് അവന് മനസ്സിലായി.
മെല്ലെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അതൊരു ഫ്ലാറ്റാണെന്ന് മനസ്സിലായത്. നമ്മുടെ പഴയ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഇനിയും മോനവിടെ പറ്റില്ല എന്നോർത്താ പുതിയത് വാങ്ങിയത്. ചന്ദ്രൻ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒന്നും മിണ്ടാതെ കൂടെ പോയതേയുള്ളവൻ. 4-ാമത്തെ നിലയിൽ 144-ാമത്തെ റൂമിലേക്കാണ് ചന്ദ്രൻ അവരെ കൊണ്ടുപോയത്. കോളേജിൽ ക്ലാസ് തുടങ്ങുമ്പോഴും മോൻ ഇവിടെ തന്നെ തങ്ങിയാൽ മതി കേട്ടോ, ഇവിടുന്ന് ബൈക്കിന് പോവേണ്ട ദൂരേയുള്ളൂ പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തയാൾ. അകത്തേക്ക് കയറുമ്പോൾ ചുറ്റും കണ്ണോടിച്ചു രണ്ടാളും. ഒരു വലിയ ഹാളും ഹാളിൻ്റെ ഇരുവശത്തുമായി 2 ചെറിയ ബെഡ്റൂമുകളും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും. അതിനപ്പുറം ഒരു റൂം ചാരിയിട്ടിരിക്കുന്നത് കണ്ട് തുറന്നു നോക്കുമ്പോൾ 2 പേരുടെയും കണ്ണുകൾ മിഴിഞ്ഞു. തുടരും. അഭിപ്രായങ്ങൾ പറയണേ. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എപ്പോഴും കൂടെ ഉണ്ടാവണം, ഹൈപ്പ് ചെയ്യണം കേട്ടോ. താങ്ക്